വയനാട് ദുരന്തമുണ്ടായി, കേൾക്കും. വയനാട് ദുരന്തമുണ്ടായി. അവിടെ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് ഏറ്റവും കൂടുതൽ തുക ചെലവായത് കേന്ദ്രത്തിനാണ്. വയനാട് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ എടുക്കുന്നതിന് മുഴുവൻ പരിശ്രമവും സൈന്യത്തിന്റെ ഭാഗത്താണ് ഉണ്ടായത്. അവിടെ ആവശ്യത്തിന് ഉപയോഗിച്ച നൂതനമായ എല്ലാ ഉപകരണങ്ങളും വാഹനങ്ങളും സൈന്യത്തിൻ്റെതായിരുന്നു. ബെയിലി പാലം കെട്ടിയത് സൈന്യമാണ്. അവിടെ ഇവാക്യുവേറ്റ് ചെയ്തത് ആൾക്കാരെ, മുകളിൽ നിന്ന് ആൾക്കാരെ താഴത്തേക്ക് കൊണ്ടുവന്നത് കേരള പോലീസ് അല്ല, വ്യോമസേനയുടെ ഹെലികോപ്റ്ററിലാണ് ആൾക്കാരെ കൊണ്ടുവന്നത്. പറയട്ടെ ഉണ്ടായിരുന്നു. ഞാൻ ചെലവിന്റെ കാര്യത്തിലേക്ക് പോവാം. അത് കഴിഞ്ഞ് അവിടെ ആവശ്യത്തിനുള്ള മരുന്ന്, അത്യാവശ്യം സാധനങ്ങളെല്ലാം വ്യോമസേനയുടെ ഹെലികോപ്റ്റർ വഴിയാണ് ഇവിടെ വന്നത്. സംസ്ഥാന ഗവൺമെന്റിന്റെ 4 മന്ത്രിമാർ, വയനാട് മന്ത്രിമാർ, എന്തായാലും പറഞ്ഞ് ഉപസമിതി അവരുണ്ടായിരുന്നു. പക്ഷെ കാര്യങ്ങളെല്ലാം ചെയ്തത് കേന്ദ്ര സർക്കാരാണ്. സംസ്ഥാന ഗവൺമെന്റിന്റെ ഖജനാവിന് അധികം ചെലവ് വരുന്ന ഒരു കാര്യവും അവിടെ നടന്നിട്ടില്ല. അവിടെ കേന്ദ്ര സർക്കാർ ദുരന്തം ഉണ്ടായ സമയത്ത് തന്നെ ധനസഹായം പ്രഖ്യാപിച്ചു. ആവശ്യത്തിനുള്ള എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാർ ചെയ്തു. 24/7 അവിടെ കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുമാണ് നടന്നത്. ഇനി പുനരധിവാസത്തിന്റെ കാര്യത്തിലും കൃത്യമായിട്ടുള്ള സഹായം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. സംസ്ഥാന ഗവൺമെന്റിന് പുത്തുമലയിലും അതിനു മുമ്പ് നടന്ന ദുരന്ത പ്രദേശങ്ങളിലും എല്ലാം എത്ര ചെലവായി എന്നുള്ളതിന്റെ കണക്കുകൂടി നിങ്ങളൊന്ന് എടുക്കണം. അതുകൊണ്ട് ഇതൊക്കെ ഒരു വ്യാജമായിട്ടുള്ള പ്രചരണമാണ്. മോദി സർക്കാർ കേരളത്തെ അവഗണിക്കുന്നു. ഈ പ്രചാരണം UDFും LDFും നടത്തുന്നതാണ്. ദയവായി മാധ്യമങ്ങൾ ഇത്തരം കള്ളപ്രചാരണങ്ങൾക്ക് അരുനിൽക്കരുത് എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സർ, പാർലമെന്റിൽ അതിതീവ്ര ദുരന്തമായി കണക്കാക്കിയിട്ടുള്ള ഒരു ദുരന്തത്തിന് എന്തൊക്കെ ആവശ്യങ്ങളാണോ കേന്ദ്രം നിയമാനുസൃതമായിട്ട് ചെയ്യേണ്ടത് അത് മുഴുവൻ വയനാടിൽ ലഭിക്കും. അത് ലഭിച്ചില്ലെങ്കിൽ ആദ്യം സമരത്തിന് ഇറങ്ങുന്ന ഒരാൾ നിങ്ങളെ കൂടുതൽ ഞാനായി. ഒരു തടസ്സവും ഇല്ല. ഇപ്പൊ ഇവരുടെ കാര്യങ്ങൾ നടത്താൻ ഇവർ തയ്യാറായിട്ടില്ല. അതാണ്. അല്ല, ഇപ്പൊ പൈസ എന്തിനാണ് അവിടെ വേണ്ടത്? എന്റെ ഒരു ചോദ്യം ദീപ്തി, നിങ്ങൾ ചോദിച്ചാൽ ഇപ്പൊ എന്തിനാണ് തടസ്സം? ഇപ്പൊ എന്താ അവിടെ നടക്കുന്നത്? നിങ്ങൾക്കൊരു സാമാന്യമായ ഒരു അന്വേഷിക്കാനുള്ള ഒരു ബാധ്യതയില്ല. ഇപ്പൊ എന്താണ് അവിടെ നടക്കുന്നത്? അല്ല, എന്റെ ചോദ്യത്തിന് ആദ്യം പറയും, എന്താണ് ഇപ്പൊ അവിടെ പണം കേന്ദ്രം പണം കൊടുത്തിട്ട് അവിടെ നടത്താൻ മുടങ്ങിപ്പോയി എന്ന് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ പറയും. സ്ഥലം ഏറ്റെടുത്തോ? ഏറ്റെടുക്കാനുള്ള പണം സ്ഥലം കണ്ടെത്തിയതിന്റെ കഥ അറിയോ നിങ്ങൾക്ക്? വന്നു ഏറ്റെടുത്തു. ആ എസ്റ്റേറ്റുകാർ കൊടുക്കില്ല, അവര് കൊടുക്കില്ല. ആര് പക്ഷേ കേന്ദ്രം വൈകിപ്പിക്കുന്നതല്ല, ചോദിച്ച ഓരോ ചോദ്യത്തിനും കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്ത് അതിനനുസരിച്ചുള്ള പണം. നിങ്ങളോട് പറയുന്നതല്ല സാർ, മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. എന്താ തന്നത്? ഒരു കടലാസിൽ ആദ്യം പറയട്ടെ. അതാണ് സാർ, അങ്ങനെയല്ല, ക്ലാരിറ്റി വരണം. അതായത് അവിടെ ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം ഒരു പ്രോപ്പറായിട്ടുള്ള അസസ്മെന്റ് നടത്തിയിട്ടൊരു റിപ്പോർട്ട് കൊടുക്കണമെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടിരുന്നു. ഒരു സർവേ, പേര് ഞാൻ മറന്നു എന്താണെന്നത്. എന്തായിരുന്നു അതിന്റെ പേര്? അല്ലല്ല, അസസ്മെന്റ് അല്ല, ഒരു സർവേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. അത് നവംബർ മാസം 17-ാം തീയതിയാണ് കൊടുത്തത്. ഇതിനു മുമ്പ് എല്ലാ വാർത്താ സമ്മേളനങ്ങളിലും മന്ത്രിമാരെല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാം ഞങ്ങൾ വിശദമായ മെമ്മോറാണ്ടം കൊടുത്തിട്ടും മോദി അവഗണിക്കുന്നതായിരുന്നു. ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് വരെ അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഉപതെരഞ്ഞെടുപ്പിനിടയിലാണ് ഈ പ്രശ്നം ഹൈക്കോടതിയിൽ വന്നത്. ഹൈക്കോടതിയിൽ കേരള സർക്കാർ പറഞ്ഞു ഈ പറഞ്ഞ
സർവേ റിപ്പോർട്ട് ഞങ്ങൾ കൊടുക്കാൻ വൈകിട്ടുണ്ട്. ഇപ്പം അത് കൊടുത്തു, നവംബർ 17-ാം തീയതി കൊടുത്തു എന്ന് പറഞ്ഞു. നവംബർ 17-ാം തീയതി കൊടുത്തതിൽ സ്വാഭാവികമായിട്ടും അതിന് എന്തുണ്ടാവും? കേരളം കൊടുക്കുന്ന കണക്കല്ലേ, ആളുകൾക്ക് അതിനെ പറ്റിയിട്ട് ഒരു ധാരണ ഉണ്ടല്ലോ. ഒരു ശവം സംസ്കരിക്കാൻ എസ്റ്റിമേറ്റ് 75,000 രൂപ വരും എന്ന് പറയുന്ന ഒരു സംസ്ഥാനമാണിത്. അല്ലല്ല എസ്റ്റിമേറ്റ് അല്ലല്ല എസ്റ്റിമേറ്റ് അവിടുത്തെ ആംബുലൻസ് ഒക്കെ എത്ര ഓടി എന്നുള്ളതും എത്ര കണക്കെഴുതി എന്നുള്ളതൊക്കെ അവിടെ ഇരിക്കട്ടെ. അതിനെപ്പറ്റി ഞാൻ ഇപ്പൊ ദുരന്തബോധത്തിന്റെ തർക്കത്തിന് ഞാൻ ഇപ്പോൾ വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായിട്ടുള്ള ചോദ്യങ്ങളും അതിനുള്ള മറുപടികളും ഒക്കെ നടന്നു. ഇനി കേന്ദ്രം കഴിഞ്ഞ പാർലമെന്റ് സെഷനിൽ ഇപ്പോൾ എല്ലാവരും ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് അതിനെ അതിതീവ്ര ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചു. അതുകൊണ്ട് ഒരു വേവലാതിയും വയനാട്ടുകാർക്ക് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ വെറുതെ കുത്തിത്തിരിപ്പുണ്ടാക്കി വയനാട്ടുകാരെ ഉപദ്രവിക്കരുതെന്ന് ഞാൻ പറയുന്നു. അല്ല, പാക്കേജ് പ്രഖ്യാപിക്കാനല്ല, അതൊക്കെ ഇവരുടെ ജോലിയാണ്. പുനരധിവാസത്തിന് അതിതീവ്ര ദുരന്തത്തിന്റെ ഭാഗമായിട്ട് കിട്ടാനുള്ളത് കിട്ടിയില്ലെങ്കിൽ ഞാനുണ്ടാവും. അങ്ങനെയല്ല സർ, ആ പറഞ്ഞതിന്റെ അർത്ഥം അതാണോ? അല്ലല്ല, ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഭയങ്കര വികസനം. മെഡിക്കൽ കോളേജ് അതിനെല്ലാരും അഭിപ്രായം. അല്ല, CPM ഒരു ഗുണവും ഇല്ല. അത് നിങ്ങൾ പറയണ്ട. CPM എന്ത് ഗുണമില്ല? വിദ്യാഭ്യാസം ഈ CPM ഗുണം കൊണ്ട ഇവിടുത്തെ ക്രിസ്ത്യൻ മിഷണറിമാരും പഴയകാല രാജാക്കന്മാരും തുടങ്ങി വെച്ചതാണ്. എല്ലാ TM ജേക്കബിന്റെ അത്ര നല്ലൊരു മന്ത്രി വേറെ വിദ്യാഭ്യാസ വകുപ്പിലുണ്ടായിട്ടില്ല. അതൊന്നും പറയണ്ട. CPM ഒരു ഗുണമായിരുന്നു. ഒരു ഗുണവും പറയണ്ട. കേരളത്തിൽ അങ്ങനെ അതിനുള്ളൊരു ഒരു കൾച്ചറുണ്ട്. ഇപ്പൊ ആരോഗ്യം, രാജഭരണകാലത്ത് ഇവിടെ എത്ര നല്ല ആശുപത്രി ഉണ്ട്. അല്ല, ആ വിഷയത്തിലേക്ക് വരണ്ട, ഞാൻ പറയാം. ഞാൻ ഇന്ന് ഇത് മാത്രം പറയാനാണ് വന്നത്. നിങ്ങൾ വേറെ വിഷയത്തിലേക്ക് കടക്കണം. മലയാളികളായിട്ടുള്ള ആളെ എന്താ, നമ്മൾ ഇതിനെയൊക്കെ ഒരു വ്യാജമായിട്ട് പ്രചരിപ്പിക്കുന്നതാണ്. അതിന്റെ ആവശ്യമൊന്നുമില്ല. കാരണം അദ്ദേഹം പറഞ്ഞത് ഈ ദുരഭിമാനം വെടിഞ്ഞിട്ട് ചില കാര്യങ്ങളിൽ നമ്മൾ ആവശ്യമായിട്ടുള്ള അപേക്ഷകൾ നൽകണം. ഇപ്പോ ജൽജീവൻ മിഷൻ പദ്ധതി ഇവരാദ്യം പറഞ്ഞ എന്തായിരുന്നു? എല്ലാ വീട്ടിലും കുടിവെള്ളം എത്തിയ സ്റ്റേറ്റാണ് കേരളം. ആണോ? ഇപ്പോൾ മോദി സർക്കാർ വന്നതിന് ശേഷം എത്ര ലക്ഷം വീടുകളിൽ പുതുതായിട്ട് കുടിവെള്ളം എത്തി? സമ്പൂർണ്ണ വൈദ്യുതീകരണ സംസ്ഥാനം പ്രഖ്യാപിച്ചു കേരളം. ആണോ? ഇപ്പൊ ഞാൻ കാണിച്ചില്ല. എൻ്റെ കൂടെ ഇപ്പം നിങ്ങൾ വന്നാൽ 5 കിലോമീറ്ററിനുള്ളിൽ വൈദ്യുതി ഇല്ലാത്തൊരു വീട് ഞാൻ കാണിച്ചില്ല. ഏതെങ്കിലും ഒരാൾ വന്നാൽ. അതായത് ഇത്രയും ഒരു വ്യാജ പ്രചരണം ഈ ഗവൺമെന്റ് നടത്തരുത്. സമ്പൂർണ്ണ വൈദ്യുതീകരിച്ച സംസ്ഥാനം എന്നാണ് 5 വർഷം മുമ്പ് ബാലം വൈദ്യുതി മന്ത്രിയായിരിക്കും പറഞ്ഞത്. ആര് വിശ്വസിക്കും? ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സ്കൂൾ കലാമേളയിൽ കിട്ടില്ല ഒരു വീട്. നമ്മൾ ഒരു കൊച്ചു കുഞ്ഞിന്റെ ആ വീട്ടിൽ വൈദ്യുതി ഉണ്ടായിരുന്നോ? അവിടെ വെള്ളം ഉണ്ടായിരുന്നോ? വെറും ഷീറ്റ്, അത് ടാർപോളിലിട്ടിട്ട് നമ്മൾ അതിനെ ആദരിക്കാൻ പോകുമ്പോഴാണ് അത് കാണുന്നത്. അതുകൊണ്ട് ഈ തരത്തിലുള്ള മേനി പറച്ചിൽ കേരളത്തിന് ഗുണം ചെയ്യില്ല എന്നുള്ള ഒരു പോയിന്റിലാണ് ചർച്ച വേണ്ടത്. അല്ലാതെ ഒരാൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ ഉടനെ ആക്ഷേപിക്കുന്നതല്ല. അല്ല, അതിന് അവരല്ല മറുപടി പറയേണ്ടത്. ഞങ്ങൾ ജയിക്കാനുള്ളതല്ല പണിയെടുക്കില്ല. ഞങ്ങൾ ജയിക്കാൻ വേണ്ടിട്ടല്ല പണിയെടുക്കുന്നത്. കോൺഗ്രസിന്റെ 2 കിട്ടിയില്ലേ? അല്ലാതെ അങ്ങനെ ഞങ്ങളെ മാത്രം വോട്ടിലല്ലോ ജയിച്ചു. കോൺഗ്രസ് നിന്നും കിട്ടി, CPM നിന്നും കിട്ടി. നിങ്ങൾ ഈ കോൺഗ്രസിന്റെ മാത്രമേ കാണുന്നുള്ളൂ. നേതാക്കളുടെ പരാമർശങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നത്. വേറെ ഈ പറഞ്ഞ ചോദ്യത്തിനാണെങ്കിൽ ഇപ്പൊ രാഷ്ട്രീയമായിട്ട് സുനിൽ കുമാറിന്റെ പഞ്ചായത്ത് ഉണ്ടല്ലോ, എന്തായിരുന്നു ആ പഞ്ചായത്തിന്റെ പേര്? അന്തിക്കാട്. എല്ലാവർക്കും അറിയുന്ന പഞ്ചായത്തല്ലേ? അന്തിക്കാട് പഞ്ചായത്തിൽ ആരാ ലീഡ് ചെയ്തത്? അപ്പൊ ഇതുപോലെ CPM-ന്റെയും കോൺഗ്രസിന്റെയും ശക്തി കേന്ദ്രങ്ങളിൽ ഞാൻ വോട്ടിട്ടുണ്ട്. ഗുരുവായൂരിൽ ലീഡ് ചെയ്യാൻ പറ്റാത്തതിന് കാരണം നിങ്ങൾക്ക് അറിയാം, എന്നേക്കാൾ കൂടെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അവിടെ ലീഡ് ചെയ്യേണ്ട സ്ഥലത്തൊക്കെ ഞങ്ങൾ ലീഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ മൊത്തത്തിൽ അവിടെ ലീഡ് ചെയ്യില്ല. അത് നിങ്ങൾ കാരണങ്ങളുണ്ട്.
സി പട്ടികവർഗത്തിന് ആദ്യമായിട്ടൊരു വകുപ്പ് കൊടുത്തത് മോദി സർക്കാർ, വാജ്പേയി സർക്കാർ വന്നപ്പോഴാണ്. അതിനുമുമ്പ് ഇവിടെ ഒരു ട്രൈബൽ വകുപ്പ് ഉണ്ടായിരുന്നില്ല. രാജ്യത്ത് രാഷ്ട്രപതി ഒരു പട്ടികവർഗക്കാരിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച പട്ടികവർഗ എംപിമാരിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് BJP യിൽ നിന്നാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ടികവർഗ MLA-മാരുള്ളത് BJP യിലാണ്. വെറുതെ അങ്ങ് അടിച്ചു വിടുന്നതല്ല, കണക്കുകൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ രാജ്യത്തെ പട്ടികവർഗക്കാരെ അവർക്ക് എല്ലാ വിധത്തിലും അവരെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരേ ഒരു സർക്കാർ മോദി സർക്കാരും BJP സർക്കാരും. അപ്പൊ അതുകൊണ്ട് അടിസ്ഥാനപരമായി ചർച്ച ചെയ്യേണ്ട വിഷയം അതാണ്. വേറെ 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 ഭൂരിപക്ഷം കിട്ടിയിട്ടല്ലേ മുഖ്യമന്ത്രിയാവുന്നു. അവര് മൂന്നാം മുന്നണിയായിട്ട് മാറി ഇത്തവണ. അത് ഞാൻ പറയില്ല, നിങ്ങൾ അത് പറയണ്ട. BJP ആണ് ഒന്നാമതായിട്ട് വരാൻ പോകുന്നത്. എന്താ 35-ല് സംശയം? ആ 35 സീറ്റുകൾ നിങ്ങളൊന്ന് പരിശോധിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഉണ്ടോ? ഉണ്ടെങ്കിൽ അവിടെ ബാക്കി ഞാൻ മറുപടി പറയുന്നില്ല. പ്രകാശ് ബാബു ഇപ്പോ സമരം ചെയ്ത് വന്നല്ലോ, അഭിനന്ദനങ്ങൾ. അല്ല, ഈ മരുന്ന് ക്ഷാമത്തിൽ ഞാൻ ചോദിക്കട്ടെ, ഇതിനൊക്കെ സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പ് ഇപ്പൊ ഇത്രയും കുത്തഴിഞ്ഞ നിലയിലുള്ള ഒരു ആരോഗ്യ സംവിധാനം നമ്മൾ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്ന് കൊടുക്കുന്നു, ആവശ്യത്തിന് മരുന്നുകളില്ല, ആവശ്യത്തിന് ഡോക്ടർമാരില്ല, ആവശ്യത്തിന് നഴ്സുമാരില്ല. എല്ലാ തരത്തിലും സംസ്ഥാനത്തെ ആരോഗ്യ മേഖല കുത്തഴിഞ്ഞിരിക്കുകയാണ്. അതിനൊന്നും മറുപടി പറയാതെ, മരുന്നെത്തിക്കാതെ വലിയ വലിയ കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളം ആരോഗ്യരംഗത്ത് ലോകത്തിന്റെ ഏറ്റവും ഉച്ചസ്ഥായിയിൽ നിൽക്കുകയാണ്. ഇത് പറഞ്ഞതുകൊണ്ട് അവിടെ പോകുന്ന സാധാരണക്കാരന് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അവര് പറയുന്നതാണല്ലോ നിങ്ങൾക്ക് വേദവാക്യം. നിങ്ങൾ കണക്കുകളൊന്നും പരിശോധിക്കാതെ അതിന് സംസ്ഥാനത്തിന് എന്ത് വീതമാണ് ഉള്ളത്? ഇപ്പൊ ബജറ്റ് വരുമല്ലോ, ഞാൻ കാത്തിരിക്കുന്നുണ്ട് 7-ാം തീയതി. ഇപ്പൊ വരുമല്ലോ 7-ാം തീയതി പലപോലെ. ഞങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കുക. ഇത്രയും നല്ലൊരു ബജറ്റ് കേന്ദ്രം അവതരിപ്പിച്ചിട്ട് അത് മുഴുവൻ കേരളത്തെ അവഗണിച്ച് ഒന്നിനും കൊള്ളാത്ത ബജറ്റ് എന്ന് എഴുതുന്നവര് 7-ാം തീയതി വരുമല്ലോ. നിങ്ങൾ എന്ത് എഴുതും നോക്കട്ടെ. പൈസ ഇല്ലെങ്കിൽ രാജിവെച്ച് പോണെന്ന്. പൈസ ഉണ്ടാക്കി കൊടുക്കേണ്ടത് മറ്റാരെങ്കിലും ആണോ? എന്താ നിങ്ങൾ ടാക്സ് പിരിക്കാത്തത്? ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ 2014 അല്ല 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പല്ലേ ഈ പറയുന്ന ആരോപണമൊക്കെ ശരിയാണെങ്കിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവതരിപ്പിക്കുന്ന ബജറ്റിലായിരിക്കുമല്ലോ. മോദി സർക്കാർ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിനനുസരിച്ച് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കും. എന്നാൽ കേജ്രിവാളിനെ പോലത്തെ അരാജകവാദികൾ ചെയ്യുന്നത് പോലുള്ള ഫ്രീ ബീസിൽ സർക്കാരിന് അത്ര വലിയ വിശ്വാസവുമില്ല. സമ്പദ്ഘടനയെ തകർത്തുകൊണ്ടുള്ള ഒരു നീക്കത്തിനും കേന്ദ്രമില്ല. അതുകൊണ്ടാണ് 5ാമത്തെ വൻ ശക്തിയായിട്ട് രാജ്യം മാറിയിരിക്കുന്നത്. വൈകാതെ 3ാം ശക്തിയായിട്ട് ഇന്ത്യ മാറും. അതിലാരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. എന്താണ്? അല്ല, തെരഞ്ഞെടുപ്പിൽ പിന്നെ പരസ്യം നൽകാത്ത ആരും കൊണ്ടോ? അല്ല, ഇപ്പൊ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ അത് പറയൂലേ, പിന്നെ അത് പറയാതിരിക്കുന്ന എന്തിനാണ്? മധ്യവർഗ ശക്തമായിട്ടുള്ള ഒരു എന്തായാലും നിങ്ങളെ മോഹം ഇത്തവണ കേജുവണ്ണൻ ഇത്തവണ പോകുന്ന തന്നെ തോന്നുന്നു. മഹാഭാവികളെ ഏറ്റവും കൂടുതൽ ആനുകൂല്യം നിങ്ങൾക്കല്ലേ. 1,80,000 90,000 ഒക്കെ വാങ്ങുന്നവരല്ലേ നിങ്ങൾ. ഏറ്റവും വലിയ ഗുണം നിങ്ങൾക്ക് കിട്ടുന്നല്ലേ. എന്നാ ഒരു നല്ല വാക്കെങ്കിലും അതിനെപ്പറ്റി പറഞ്ഞൂടെ? ഇനി മഹാഭാവികളെന്ന് വിളിച്ചതാണ് വാർത്ത കൊടുക്കണ്ട. സുരേന്ദ്രൻ മാധ്യമ പ്രവർത്തകരെ മഹാഭാവികളെന്ന് വിളിച്ചു.